തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് കൂടെ ചേരുകയാണ്. ആർ ശ്രീജിത്ത്, ഈ കേസ് കൂടുതൽ ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് പോകുന്നു. ടി വീണയ്ക്കും 9 പേർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു, ഇതൊരു രാഷ്ട്രീയ വൈരമാണ്. ഇപ്പോഴും ആ മട്ടിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് CPIM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ ചോദ്യമാണ്. അതിനപ്പുറമായി ഈ ചോദ്യം ചെയ്യലിനും അപ്പുറമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ വെള്ളിയാഴ്ച? വെള്ളിയാഴ്ച ഇ ഡി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തേക്കണ്ടിയെ സമൻസ് അയച്ച് വിളിപ്പിക്കുമ്പോൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. മണി ലോണ്ടറിംഗ് ആക്ട് അഥവാ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള നടപടികളിലേക്കാണ് ED കടക്കുന്നത്. CMRൽ നിന്ന് ഒരു സേവനവും വിട്ടു നൽകാതെ 2.78 കോടി രൂപ വീണ തേക്കണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കൈപ്പറ്റി എന്നതാണ് കേസിന് ആധാരമായ കാര്യം. അപ്പോൾ ഇങ്ങനെ ലഭിച്ച പണം എന്തൊക്കെ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്ന കാര്യത്തിൽ ഉള്ള അറിവ് ആ ഒരു അന്വേഷണത്തിലേക്കാണ് വീണയെ നേരിട്ട് വിളിച്ചു വരുത്തുന്നതിലൂടെ ED കടക്കാൻ പോകുന്നത്. 2 കമ്പനികൾ തമ്മിലുള്ള നിയമാനുസൃതമായും സുതാര്യമായ ഇടപാട് എന്നാണ് നേരത്തെ ഈ എക്സാലോജിക്ക് CMRൽ മാസപ്പടി കേസ് ഉയർന്നു വന്നപ്പോൾ CPIM സ്വീകരിച്ച നിലപാട്. എന്നാൽ അങ്ങനെ ടാക്സ് അടച്ചുകൊണ്ട് മാത്രം ഈ പണം വെളുപ്പിക്കൽ നിയമാനുസൃതമാകുമോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണം എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളും മറ്റും നടക്കും. അതനുസരിച്ചായിരിക്കും കേസിൻ്റെ മറ്റു തരത്തിലുള്ള പുരോഗതി ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു നടപടിയിലേക്കാണ് ED കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വലിയ പ്രതിരോധത്തിലാണ് CPIM. അപ്പോൾ CPIM-നെ കൂടുതൽ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടിയായി ഇത് വരും. മാത്രമല്ല, നേരത്തെ പിണറായി വിജയൻ താമസിച്ചിരുന്ന വീട്ടിൽ വീണ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ റെയ്ഡിനെത്തിയ ED സംഘത്തിന് നേരെ നടത്തിയ ആക്രമണം അതോടുകൂടി ED വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ മുനയൊടിഞ്ഞു പോയി. ഇപ്പോൾ 26ഓളം പേർ കേസിൽ അറസ്റ്റായി റിമാൻഡിൽ കഴിയുകയുമാണ്. അങ്ങനെ ഇനി വീണയെ നോട്ടീസ് അയച്ചതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് സാധ്യതയില്ല. നേരത്തെ CPIM-ന്റെ സംസ്ഥാന സമിതി അംഗം K അനിൽകുമാർ പറഞ്ഞ പോലെ വ്യക്തിക്കെതിരെയുണ്ടായ കേസ് വ്യക്തി തന്നെയാണ് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രതിരോധത്തിന് സാധ്യതയില്ല. എന്നാൽ ഈ അനിൽകുമാർ ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒരു പ്രശ്നമുണ്ട്. രമേശ് ചെന്നിത്തലയുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും VK ഇബ്രാഹിമിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പേര് മാത്രമല്ല ആദായ നികുതിയുടെ പട്ടികയിൽ പുറത്തു വന്നത് PV എന്ന പേര് കൂടി ഉണ്ടായിരുന്നു. വീണയ്ക്ക് നൽകിയ മാസപ്പടിക്ക് പുറമെ PV എന്ന പേര് പ്രത്യേകവുമായി ഉണ്ടായിരുന്നു. അപ്പോൾ PV-യിലേക്ക് കൂടി അന്വേഷണം വരേണ്ടതില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് CPIM-ന് നേരെ ഉയരും. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ CPIM-ന് വലിയ തോതിൽ രാഷ്ട്രീയമായി ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന നടപടികളായി മാറും എന്നതിൽ തർക്കമില്ല. ശ്രീത്തെ, അതുപോലെ തന്നെ ഈ ടാക്സ് അടച്ചു എന്നത് മാത്രമല്ലല്ലോ, ഇത് ബാങ്ക് ത്രൂ നടത്തിയ ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഏത് സാധാരണക്കാരൻ്റെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യം, നമ്മൾ സാധാരണ വൈറ്റ് ഇടപാടുകളാണല്ലോ ബാങ്ക് ത്രൂ നടത്തുന്നത്. അപ്പോൾ ആ മട്ടിലുള്ള ഇടപാടുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംശയ മുനയിലേക്ക് നീളുന്നു? അത് ഈ ഏത് സേവനം കൊടുത്തത് എന്ന ക്വസ്റ്റ്യനാണ് അവിടെ. അതിൽ നിന്ന് അപ്പുറമായി എന്തൊക്കെ കാര്യങ്ങളാവും ED ഈ ചോദ്യം ചെയ്യലുണ്ടാവുക? ബാങ്ക് വഴി നടന്ന നിയമാനുസൃതമായ ഇടപാട് എന്ന് പറയുമ്പോഴും ടാക്സ് GST തുക അടച്ച് ബാക്കി പണം അത് വെളുപ്പിച്ചെടുക്കുന്ന രീതി മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അപ്പോൾ ഒരു സേവനവും വിട്ടു നൽകാതെ വീണയുടെ കമ്പനി ഒരു സോഫ്റ്റ്വെയർ നിർമ്മാതാവായ സ്ഥാപനമാണ് എക്സാലോജിക്ക്. അപ്പോൾ ആ എക്സാലോജിക്ക് നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ എന്ത് തരം സേവനമാണ് CMRൽ എന്ന റൂട്ടൈൽ നിർമ്മിക്കുന്ന സ്ഥാപനത്തിന് റൂട്ടൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർമ്മാണം നടത്തുന്ന CMRൽ ഉണ്ടാകുക ഉള്ളത് എന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള സേവനവും വിട്ടുകൊടുക്കാതെയാണ് 2.78 കോടി രൂപ കൈപ്പറ്റിയത്. അതിൽ തന്നെ ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ഈ CMRലിന് കീഴിലുള്ള ധനകാര്യ സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്ന് ആണ് വായ്പയായി വാങ്ങി. അതിൽ 4 ലക്ഷം രൂപയാണ് തിരിച്ചടച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുണ്ടായിരുന്നു. അപ്പോൾ GST അടച്ചതുകൊണ്ടോ ബാങ്ക് ത്രൂ ഇടപാട് നടത്തിയതുകൊണ്ടോ മാത്രം ഇത് മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ പരിധിയിൽ പെടാത്ത ഒരു വിഷയമായി മാറുമോ എന്ന ചോദ്യമുണ്ട്. എന്തായാലും ഈ ലഭിച്ച പണം എന്തിനുപയോഗിച്ചു എന്നതിനെ പറ്റിയുള്ള അന്വേഷണമാണ് ED വളരെ സമഗ്രമായി നടത്താൻ പോകുന്നത്. കോടതിയിൽ നിന്നും മറ്റും അനുമതി ലഭിച്ചതോടെ ED അതിൻ്റെ അന്വേഷണത്തെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീത്ത്, ഇപ്പം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ CPIM പ്രതിരോധം തീർത്ത ഒരു പരിധിവരെ മനസ്സിലാക്കാം. പക്ഷെ എന്ന് പറയുമ്പോൾ പോലും അതിനെതിരെ ആ ഒരു ദിവസത്തെ പ്രതിരോധം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് EDയുടെ വാഹനം അടിച്ചു പൊളിച്ചപ്പോഴേക്കും അതിൻ്റെ നിറം മാറി, അതിൻ്റെ രീതി മാറി. മാത്രമല്ല, പാർട്ടി അണികൾക്കിടയിൽ പോലും എന്തിനാണ് വീണ ടിക്കെതിരായ കേസിൽ CPM പ്രതിരോധം, CPM പ്രവർത്തകർ ജയിലിൽ കിടക്കേണ്ട കാര്യം എന്താണെന്ന ചോദ്യം പരസ്യമായി പോലും ചില സൈബർ ഉന്നയിച്ച് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട്
വീണ ടിയുടെ ചോദ്യം ചെയ്യൽ അന്വേഷണത്തിന് വഴിക്ക് അത് ആ വ്യക്തി നേരിടേണ്ട കാര്യമാണ് എന്ന മട്ടിൽ പോകാനല്ലേ സാധ്യതയുള്ളൂ ശ്രീജിത്ത്? ഹാഷ്മി, തീർച്ചയായും രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിൽ ഈ പ്രശ്നത്തെ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് CPIM ചെയ്യേണ്ടത്, അങ്ങനെയാണ് CPIM തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ്, അത് മാസപ്പടി ഒരു ആക്ഷേപമല്ല, ആദായനികുതി വകുപ്പിൻ്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിൻ്റെ ഒരു തീർപ്പായിരുന്നു. അപ്പീൽ പോലും പോകാൻ കഴിയാത്ത തരത്തിലുള്ളൊരു അന്തിമ തീർപ്പിലാണ് ആദ്യം 1.72 കോടി രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്ന കാര്യമാണ് ആദായനികുതി വകുപ്പിൻ്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയത്. അന്ന് ഒരാഴ്ചയ്ക്കകം തന്നെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ കേസിൽ വീണയ്ക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രണ്ട് കമ്പനികൾക്കിടയിൽ നടന്ന നിയമാനുസൃതവും സുതാര്യവുമായ സാമ്പത്തിക ഇടപാട് എന്നാണ് ഈ മാസപ്പടി ആക്ഷേപത്തെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഹസിച്ചത്, വിമർശിച്ചത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുമ്പോഴൊക്കെ തന്നെ വീണയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നതാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ താമസിക്കുന്ന വീടുകൾ, അവിടെ വീണ അവിടെയാണ് താമസിക്കുന്നത് എന്നതുകൊണ്ടാണ് ED അവിടേക്ക് വന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ വീണയുമായി ബന്ധമുള്ള വീടുകളിലും മറ്റും റെയ്ഡുകൾ നടന്നപ്പോഴും CPIM വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുത്തു. എന്നാൽ തിരുവനന്തപുരത്ത് ഈ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അവരുടെ കാറുകൾ അടിച്ചു തകർത്തപ്പോൾ അതോടുകൂടി കേസിന് ഗതി മാറി. എല്ലാ ബ്രാഞ്ചുകളിലും പ്രതിഷേധം എന്നുള്ള CPIMൻ്റെ ആഹ്വാനം പിന്നീട് നടക്കാതെ പോയി എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി വീണയ്ക്കെതിരെ ഈ വീണയെ ED സമൻസ് അയച്ച് വിളിപ്പിക്കുമ്പോൾ വീണ്ടും ഒരു പ്രക്ഷോഭത്തിലിറങ്ങിയാൽ അത് CPIMൻ്റെ വിശ്വാസ്യത തകർക്കുന്ന നിലപാടായി മാറും. മാത്രമല്ല പാർട്ടി അംഗങ്ങളെ പോലും അത് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യമായി മാറും. വീണ പാർട്ടി അംഗമല്ല, പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ഒരു തരത്തിലും സഹകരിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പാർട്ടി നേതാവിൻ്റെ മകൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് വീണയ്ക്ക് മറ്റ് CPIയുമായി ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ഈ കേസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക ബുദ്ധിമുട്ടാകും. രാഷ്ട്രീയ പ്രതിരോധം ബുദ്ധിമുട്ടാണ്. നേരത്തെ അഡ്വക്കേറ്റ് KL കുമാർ ചോദിച്ച രമേശ് ചെന്നിത്തല ബാക്കി ആ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. എന്തിനാണ് അന്വേഷണം പോകുന്ന കാര്യമൊക്കെ അവിടെ നിൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇവിടെ 1.72 കോടി രൂപ പ്രതിഫലമായും 9 ലക്ഷം രൂപ വായ്പയായി വാങ്ങിയ എക്സാലോജിക് എന്ന കമ്പനി എന്നൊരു കമ്പനി, നേരത്തെയും പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരു കമ്പനി, എന്ത് സേവനം കരിമണൽ കർത്താരുടെ കമ്പനിക്ക് ചെയ്തു കൊടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരവില്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയ പ്രതിരോധം പൂർണ്ണമാവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.